അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ റഹ്മത്തുള്ള കാസിമി ഉസ്താദ്, ഇദ്ദേഹം മുജാഹിദുകൾക്ക് എതിരാണ്. മുജാഹിദുകൾക്ക് എല്ലാവരും എതിരാണ്. അവരുടെ നല്ല കാര്യങ്ങൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുക. ദീൻ വിരോധി കാര്യങ്ങൾ അവരിൽ നിന്ന് കണ്ടാൽ അത് മുജാഹിദുകൾ എന്നല്ല, സുന്നികളിൽ നിന്ന് പോലും ഒരുപാട് കാര്യങ്ങൾ, തട്ടലും മുട്ടലും കൊട്ടലും ബാൻഡും വാദ്യവും എല്ലാം, ഇതെല്ലാം നമ്മൾ എതിർത്തവരാണ്. മുജാഹിദുകളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാൽ, പണ്ടൊക്കെ എപ്പോഴോ ഏതോ കാലത്തുണ്ടായതല്ല, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് വീക്ഷിക്കുന്നു, അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കുന്നു. ഇവിടെ നമുക്ക് കൂടുതൽ പ്രതികരിക്കാൻ കിട്ടുന്നത് സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവരാണ്. അത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ ഉസ്താദന്മാർ എല്ലാവരെയും പറയുന്നതല്ല, ഇവർ ഓരോ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അത് നമ്മുടെ ഇസ്ലാം ദീൻ അല്ല എന്നാണ് തോന്നുന്നത്. ഒരുപാട് ഉറൂസുകൾ, ഉത്സവങ്ങൾ, ഉദാഹരണക്ക് ഭീമാപ്പള്ളി, അതുപോലെ ഒരുപാട് ചന്ദന തിരിയ എന്തെല്ലാം ഉള്ളതെല്ലാം ഒരുപാട് ഉത്സവങ്ങൾ, ഈ ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദന്മാരും. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത് ഇവരുടേത് ഇസ്ലാം അല്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ആരുടേത്? മുജാഹിദുകളതല്ല, ഈ സുന്നത്ത് ജമാഅത്തിൽ പെട്ടവരാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്ന ആചാരങ്ങൾ, ആരോ ആചാരങ്ങൾ ചെയ്യുന്നെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുക, അവിടെ ദുആ ചെയ്ത് തുടങ്ങി കൊടുക്കുക. അതാണ് ഇവിടെ പറയാനുള്ളത്. എത്രയാണ്, ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇട്ടതാണ് ഇതിൻ്റെ. തുടർച്ചയായി അതിന് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കാണുന്നത് ഇവരുടെ ദീൻ എന്ന് പറഞ്ഞാൽ അക്ബർ ചക്രവർത്തിയുടെ ഒരു ദീൻ ഉണ്ടായിരുന്നു. ദീൻ ഇലാഹി എന്ന് പറയുന്ന ഒരു ദീൻ ഉണ്ടാക്കിയവന്, ഒരു മതം. അതിലവന് ഒരുപാട് ആചാരങ്ങൾ, ആരാധനകൾ, അതുപോലെ തീ ആരാധിക്കാമെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അക്ബർ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ ദീനെ ആണോ ഇവർ കൊണ്ടു നടക്കുന്നത് എന്ന് പോലും സംശയം വരുന്നു. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ എന്തെല്ലാം പറയാൻ പാടില്ല, നല്ല രീതിയിൽ പറയണം. ഇവിടെ ഞാൻ പറയാൻ പോയത് പാലക്കാട് തങ്ങന്മാർ മുജാഹിദുകളെ കൂടെ അവർ ഇഫ്താർ കൂട്ടമുണ്ടാക്കിയതിൻ്റെ ആ ഇഫ്താർ ചടങ്ങിന് പോയത് തെറ്റാണ് എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത് ആദ്യം കേൾക്കുക, പിന്നെ അല്പം സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്നലെയും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് സയ്യിദന്മാർ പോയിട്ടാണ് അതിൻ്റെ പരിപാടി നടത്തി കൊടുക്കുന്നത്. എനിക്ക് വേദന തോന്നുക. എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് അറിയില്ല. ഇവർക്കൊരു മുൻഗാമികളുണ്ടായിരുന്നു. ഒരു KNM-ന്റെയോ ISM-ന്റെയോ ഇഫ്താർ മീറ്റിന് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ ഈ മഹാന്മാർ പോയിട്ടില്ല. സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പോയിട്ടില്ല, സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പോയിട്ടില്ല. എന്നാൽ അവരുടെ നേരെയുള്ള പിൻഗാമികൾ ഇപ്പോൾ അവർക്ക് പണി തന്നെ അതാണ്. എനിക്ക് വളരെ വേദന തോന്നുകയാണ്. അവരുടെ കാര്യത്തിൽ വേദന തോന്നുന്നത് അവരുടെ സ്ഥാനം വേറൊരാൾക്ക് ഇല്ലാത്തതുകൊണ്ട് സമുദായത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട്, അത് നിലനിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയാം. ഒന്നും വിചാരിക്കണ്ട. വഹാബികളുടെ ഇഫ്താർ മീറ്റിന് അവര് സംഘടിപ്പിച്ച, നമ്മളൊക്കെ സംഘടിപ്പിച്ച നമ്മളെ നേതൃത്വവും, ഇനി അതല്ല മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയോ സംഘടിപ്പിച്ച ഒരു ഇഫ്താർ മീറ്റിൽ എല്ലാവരും കൂടിയാൽ അത് പഴയ കാലത്തെ നടന്നു വരുന്നതാണ്. ഇത് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് പോകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ രീതിയല്ലെന്ന് വളരെ താഴെ നിന്ന് അവരെ കോന്തലിന്റെ താഴെ, ചെരുപ്പിന്റെ താഴെ നിന്ന് റഹ്മത്തുള്ള പറയാം. വളരെ താഴ്മയോടെ പറയാം. ഇന്നലെ മാർച്ച് 20-ാം തീയതിയാണ്. ഇന്നലെ 2024 മാർച്ച് 20-ാം തീയതി ഇന്നലെയും കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ ഇഫ്താർ മീറ്റ്, ആ മീറ്റിന്റെ പ്രധാനപ്പെട്ട അതിന്റെ കൈകാര്യകർത്താക്കൾ ബഹുമാനപ്പെട്ട സാദാത്യങ്ങളാണ് എന്ന കാര്യത്തിൽ വേദനയാണ്. ഇവരുടെ അടിയാധാരം വാങ്ങി നോക്കിയാൽ ആ അടിയാധാരത്തിൽ എഴുതിയത് തങ്ങന്മാർ എന്നൊരു കൂട്ടര് തന്നെ. ഇപ്പോൾ ബഹുമാനമുള്ളവരെ, ഇവിടെ ആരെല്ലാം എവിടെയെല്ലാം പോകുന്നു, അവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ, അവർക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അവർ പോയേ തീരൂ. അതിൽ മുജാഹിദാണോ അല്ല ബ്രാഹ്മണനാണോ RSSകാരനാണോ വിളിക്കുന്നത്,
അത് തബ്ലീഗാണോ, അതൊന്നും നോക്കാൻ സാധ്യമല്ല. രാഷ്ട്രീയം പിന്നെ ബിസിനസ് രണ്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങളെ ഏറ്റെടുത്തതുപോലെ മുസ്ലിയാക്കന്മാരെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, സാധാരണക്കാർ, കച്ചവടം ചെയ്യുന്നവർ, ഈ പാവപ്പെട്ടവർ നിങ്ങളെ നോക്കിക്കോളാം എന്ന്. അതുകൊണ്ട് നിങ്ങൾ പോകരുത്, നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെയും പോകാൻ പാടില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ആരുടെ കൂടെ പോയാലും ശരിയാവുകയില്ല. നിങ്ങൾക്ക് വന്ന ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുക എന്നല്ലാതെ മുജാഹിദുകളുടെ അടുത്ത് പോകാനും പാടില്ല, ഇതര സമുദായക്കാരുടെ അടുത്ത് പോകാനും നിങ്ങളെ കൊണ്ട് സാധ്യമല്ല, ഐക്യമുണ്ടാക്കാനും സാധ്യമല്ല. അതുകൊണ്ട് രാഷ്ട്രീയമുള്ളവർ എവിടെയെല്ലാം പോകും, അതിനെ ശ്രദ്ധിച്ച് നോക്കല്ല പണി. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിം ഉസ്താദിനോട് പറയാനുള്ളത്, അവിടെ പാലക്കാട് തങ്ങന്മാരാണെങ്കിലും അവരുടെ കയ്യിൽ രാഷ്ട്രീയമുണ്ടല്ലോ, അവർക്ക് എല്ലാവരും വേണ്ടേ. ഇത് രാഷ്ട്രീയമെന്ന് പറഞ്ഞ് അവർ വീട്ടിലിരുന്നാൽ അത് രാഷ്ട്രീയം വളരുമോ? ഇല്ല. ഐക്യം വരാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആരാണ്, എവിടെയാണ്, എന്താണ് എന്ന് അതിന് നമ്മൾ വീക്ഷിക്കേണ്ടതല്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ പോകാതിരിക്കുക, അത്രേ ഉള്ളൂ. അവരുടെ കയ്യിൽ രാഷ്ട്രീയമുണ്ട്, തങ്ങന്മാരുടെ കയ്യിൽ രാഷ്ട്രീയമുണ്ട്, അത് വളരണം, അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇഫ്താർ കൂട്ടത്തിനോ എവിടെയെല്ലാം പോകും. അതുപോലെ ഞാൻ ആദ്യം കാണിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി മോദി പോയത് എവിടെയാണ്? ഷിയാക്കളുടെ അടുത്ത് പോയതാണ്. അവിടെ ഇഫ്താർ കൂട്ടം എന്തോ ഒരു കാര്യം നടക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അതുപോലെയാണ് അവിടെ മോദി വന്നു എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. മോദി വരും, എല്ലായിടത്തും വരും, നമ്മൾ വിളിച്ചാൽ ഇവിടെയും വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് മുസ്ലിയാക്കന്മാർക്ക് അതെല്ലാം സഹിയാവുന്നില്ലെങ്കിൽ, നിങ്ങൾക്കത് സഹിക്കാനാവുന്നില്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ കഴിഞ്ഞുകൂടിയാൽ മതി. നിങ്ങളുടെ വർഗം എവിടെയെല്ലാം ഉണ്ട് അവിടെയെല്ലാം മാത്രം പോയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയമുള്ളവർ തങ്ങന്മാരാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലും അതല്ല ഇതര സമുദായക്കാരാണെങ്കിലും ആരാണെങ്കിലും അവർ പോകുന്നിടത്ത് എല്ലാം പോകേണ്ടി വരും. എവിടെ നിന്നെല്ലാം വിളിക്കുന്നു അവിടേക്കെല്ലാം പോകേണ്ടി വരും. പോയേ തീരൂ. ഇതല്ലെങ്കിൽ അവർ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അവർക്ക് ഒരു രാഷ്ട്രീയത്തിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് അതിനെ വീക്ഷിച്ച് നടക്കല്ല നമ്മളെ പണി. ഉസ്താദും അത് നിർത്തണമെന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.